ഇപ്പോൾ കാലടി ശ്രീ ശങ്കര കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ചിത്രം ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച കേസിലെ പ്രതി രോഹിത്തിനെതിരെ പോക്സോ വകുപ്പും ചുമത്തി. IT ആക്ടിലെ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. നവമി ദിനേശ് നമുക്കൊപ്പമുണ്ട്. നവമി, നേരത്തെ തന്നെ നമ്മൾ ഈ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ പരാമർശിച്ചതാണ്. എന്തായാലും പോക്സോ വകുപ്പ് കൂടി ചേർക്കപ്പെടുമ്പോൾ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്തപ്പെടുകയാണ് അല്ലേ? സജിത്ത്, തുടക്കം മുതൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് കാലടി പോലീസിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം നിലനിന്നിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ രോഹിത്തിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച പോലീസിന്റെ നടപടി ശരിയായില്ല എന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവ് അടക്കം നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും ഇതിനെ തുടർന്നാണ് ഇന്നലെ രാത്രിയോടെ രോഹിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ പോക്സോ വകുപ്പ് വരെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കാരണം ഈ കോളേജിലെ തന്നെ ഒരു വിദ്യാർത്ഥിനിയുടെ പ്രായപൂർത്തിയാകാത്ത സഹോദരിയുടെ ഫോട്ടോയും ഈ അശ്ലീല സൈറ്റിൽ രോഹിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് പോക്സോ വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം IT ആക്ടിലെ വിവിധ വകുപ്പുകളും ചുമത്തിയാണ് ഇപ്പോൾ രോഹിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും രോഹിത്തിനെ കാലടി പോലീസ് ഉടൻ തന്നെ കോടതി മുന്നിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 20ഓളം വിദ്യാർത്ഥികളുടെ ഫോട്ടോയാണ് ഇത്തരത്തിൽ രോഹിത് ഫേസ്ബുക്കിലെ അശ്ലീല സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്യുകയും മോശമായിട്ടുള്ള അടിക്കുറിപ്പുകൾ ഇടുകയും ചെയ്തത്. എന്താണ് ഇതിന് പിന്നിലുള്ള മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികാരത്തിന്റെ ഭാഗമായാണോ രോഹിത് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് നമുക്കിനി അറിയേണ്ടത്. എന്തായാലും പോലീസ് വിശദമായി രോഹിത്തിനെ ചോദ്യം ചെയ്യുകയാണ്. രോഹിത്തിന്റെ ഫോൺ അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. രോഹിത്തിനെതിരെ പോക്സോ വകുപ്പുകളും ചുമത്തപ്പെട്ടു.